നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഏപ്രിൽ 24 എല്ലാ രാശിക്കാരുടെയും ദിവസഫലമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ദിവസം ഗ്രഹസ്ഥിതികൾ, നക്ഷത്രയോഗങ്ങൾ, രാശിഫലങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രവചനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പൊതുവായ ജ്യോതിഷ പരിസ്ഥിതി: സൂര്യൻ മേടൻ രാശിയിലാണ്. ഏപ്രിൽ 14 മുതൽ പ്ലൂട്ടോയുമായി സമചതുര യോഗവുമുണ്ട്. മേലുദ്യോഗസ്ഥരുമായോ അധികാരികളുമായോ ഘർഷണങ്ങൾ ഉണ്ടാകാം. തിടുക്കമോ ആത്മവിശ്വാസക്കുറവോ തടയാൻ ശ്രമിക്കുക. ചന്ദ്രൻ മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് സഞ്ചരിക്കുന്നു. വൃത്തികെട്ട വികാരങ്ങൾക്കും ധനസംബന്ധമായ തീരുമാനങ്ങൾക്കും പ്രതികൂല സമയമാണ്. ഗൃഹയോഗങ്ങൾ: വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള സമചതുര യോഗം വികാരാധിക്യവും അമിത ചെലവും ഉണ്ടാക്കും. സ്വർണ്ണ നിക്ഷേപങ്ങൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ താൽപ്പര്യം കാണിക്കരുത്. ആത്മവിശ്വാസവും സാഹസികതയും പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണിത്. എന്നാൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രാശി അനുസരിച്ചുള്ള ദിവസഫലം നമുക്ക് നോക്കാം. മേടൻ രാശിയിൽ ജന്മനക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം. പ്രധാന ഫലം: തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടമാകും. സാഹസികമായ പദ്ധതികൾക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ സഹപ്രവർത്തകരുമായി സംവാദിക്കുമ്പോൾ സാവധാനത്തിലാകണം. ലൈംഗിക ആസക്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. അമിതമായി ജോലി ചെയ്താൽ ക്ഷീണമുണ്ടാകും. സമ്പത്ത്: പുതിയ നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സമയമാണ്. നിലവിലുള്ള ധനസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ഇടവൻ രാശിയിൽ ജന്മനക്ഷത്രം കാർത്തിക അവസാന ഭാഗം, രോഹിണി മകയിരം ആദ്യ ഭാഗം. പ്രധാന ഫലം: സാമ്പത്തിക സുസ്ഥിരതയും ജോലിയിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. എന്നാൽ സാമൂഹ്യ ബന്ധങ്ങളിൽ വിശ്വാസഭംഗം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രണയജീവിതത്തിൽ ആശയവിനിമയം പ്രധാനമാണ്. ആരോഗ്യത്തിൽ പോഷകാഹാര ക്രമീകരണം അനുസരിക്കുക. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാഭ്യാസത്തിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശ്രദ്ധയും സ്ഥിരതയും ആവശ്യമാണ്. മിഥുനൻ രാശിയിൽ ജന്മനക്ഷത്രം മകയിരം അവസാന ഭാഗം, തിരുവാതിര പുണർദം ആദ്യ ഭാഗം. പ്രധാന ഫലം: ബുദ്ധിശക്തിയും പുതിയതും പ്രയോജനപ്രദവുമായ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവും ഉയർന്ന നിലയിലായിരിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം അല്ലെങ്കിൽ യോഗ പരിശീലനം സഹായിക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിവേകത്തോടെ മുന്നോട്ട് പോവുക. കർക്കിടകൻ രാശി ജന്മനക്ഷത്രം പുണർദം അവസാന ഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാർക്ക്. പ്രധാന ഫലം: കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും പ്രതീക്ഷിക്കാം. സ്വത്ത് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ആരോഗ്യപരമായി നോക്കുമ്പോൾ പഴയ രോഗങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം. ഡോക്ടറുമായി കൂടുതൽ ചർച്ചകൾ നടത്തുക. തൊഴിൽപരമായി നോക്കുമ്പോൾ സഹപ്രവർത്തകരുമായി സഹകരണം വർദ്ധിപ്പിക്കുക. പ്രോജക്റ്റുകൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശി നോക്കുമ്പോൾ ജന്മനക്ഷത്രം മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം. പ്രധാന ഫലം: ആത്മവിശ്വാസവും സാമൂഹ്യ പ്രാധാന്യവും ഉയർന്ന നിലയിലുള്ള സമയമാണ്. എന്നാൽ അഹങ്കാരം കാരണം ബന്ധങ്ങൾ തകരാറിലാകാനും സാധ്യത കാണുന്നു. സാമ്പത്തിക ലാഭത്തിന് അനുകൂലമായ സമയമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ മത്സര പരീക്ഷകൾക്ക് മികച്ച തയ്യാറെടുപ്പ് വേണം. കന്നിരാശി നോക്കുമ്പോൾ ജന്മനക്ഷത്രം ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യ ഭാഗം. പ്രധാന ഫലം എന്താണെന്ന് നോക്കാം. സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. എന്നാൽ അപവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യകാര്യം നോക്കുമ്പോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭക്ഷണക്രമം പാലിക്കുക. സമ്പത്തിൻ്റെ കാര്യത്തിൽ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകാം. എന്നാൽ സുരക്ഷിതമായി സൂക്ഷ്മത പാലിക്കുക. തുലാൻ രാശി ജന്മനക്ഷത്രം ചിത്ര അവസാന ഭാഗം, ചോതി വിശാഖം ആദ്യ ഭാഗം. പ്രധാന ഫലം: സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സമയമാണ്. ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. ആരോഗ്യകാര്യം നോക്കുമ്പോൾ മാനസിക സുഖത്തിന് ധ്യാനം സഹായിക്കും. തൊഴിലിൽ സഹകരണങ്ങളിലൂടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. പുതിയ കരാറുകൾക്ക് അനുകൂലമായ സമയമാണ്. അടുത്തത് വൃശ്ചികൻ രാശിയാണ്. ജന്മനക്ഷത്രം വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പ്രധാന ഫലങ്ങൾ: രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കുകയും സാമ്പത്തികമായി ലാഭകരമായ ദിവസവുമായാണ് കാണുന്നത്. ആരോഗ്യകാര്യം നോക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകേണ്ടതുണ്ട്.
നിങ്ങളുടെ ആരോഗ്യം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രണയകാര്യത്തിൽ പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. ധനുരാശി നോക്കുമ്പോൾ ജന്മനക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം ആദ്യ ഭാഗം. പ്രധാന ഫലം: വിദേശ ബന്ധങ്ങൾക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിനും അനുകൂലമായ സമയമാണിത്. എന്നാൽ അമിതമായ ചെലവുകൾ ഒഴിവാക്കേണ്ടി വരും. ആരോഗ്യകരമായി നോക്കുമ്പോൾ യാത്രാക്ഷീണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. തൊഴിലിൽ പുതിയ പദ്ധതികൾക്ക് അനുമോദനം ലഭിക്കുകയും ചെയ്യും. മകരം രാശിയാണ് അടുത്തത്. ജന്മനക്ഷത്രം ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ ഭാഗം. പ്രധാന ഫലം: കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥാനപ്രാപ്തിയും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും. ആരോഗ്യം നോക്കുമ്പോൾ പഴയ രോഗങ്ങൾക്ക് ചികിത്സ തുടരേണ്ടി വരുന്ന സമയമാണ്. സമ്പത്ത്, സ്വർണ്ണ നിക്ഷേപങ്ങൾ ലാഭകരമായാണ് കാണുന്നത്. കുംഭൻ രാശി. ജന്മനക്ഷത്രം അവിട്ടം അവസാന ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ ഭാഗം. പ്രധാന ഫലം നോക്കുമ്പോൾ സാമൂഹ്യ സേവനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സാങ്കേതിക വിദ്യയിൽ പുതിയ ആശയങ്ങൾ വിജയിക്കുകയും ചെയ്യും. മാനസികമായി ആരോഗ്യം നന്നായിരിക്കും. തൊഴിലിൽ സഹപ്രവർത്തകരുമായി സഹകരിക്കുന്നത് ഉത്തമമായി കാണുന്നു. പുതിയ പ്രോജക്റ്റുകൾക്ക് അത് സഹായിക്കുകയും ചെയ്യും. മീനം രാശി. നക്ഷത്രം പൂരുരുട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകൾക്ക്. ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്നിരിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണിത്. ആത്മപരിശോധനയും ആത്മവിശ്വാസവും പ്രദർശിപ്പിക്കുക. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. ഈ ദിവസഫലങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൃഷ്ടിപരത എന്നത് പുതിയതും പ്രയോജനപ്രദവുമായ ആശയങ്ങൾ സൃഷ്ടിക്കുന്ന കഴിവാണ്. ഇത് പ്രശ്നപരിഹാരത്തിന് പുതിയ സമീപനങ്ങൾ കണ്ടെത്തുന്നതിലും കലാസൃഷ്ടികളിലും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലും പ്രകടമാകുന്നു. സൃഷ്ടിപരത വ്യക്തിഗതവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നിർണായകമാണ്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രശ്നപരിഹാരത്തിൽ പുതുമയുള്ള സമീപനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കുട്ടികളിൽ സൃഷ്ടിപരത പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.